നമസ്കാരം. ചാമക്കാല ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഇവിടെ അവന് എന്താണെന്ന് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ഒരു ഇസ്ത്രാഹ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പാർട്ടിയൊക്കെ നടത്തുന്ന ഒരു സ്ഥലത്തിനാണ് നമ്മൾ ഇവിടെ ഇസ്ത്രാഹ എന്ന് പറയും. അങ്ങനെ ഒരു സ്ഥലം റെൻറ്റിനെടുത്തിട്ട് അവിടെ ഞങ്ങൾ എല്ലാ സുഹൃത്തുക്കളും കൂടിയിട്ട് ഒത്തുകൂടാൻ വേണ്ടിയിട്ട് എടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോണത്. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ ഉൾഭാഗവും പുറം ഭാഗമൊക്കെ ഒന്ന് കാണാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്കോ. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആരും എത്തിയിട്ടില്ല കേട്ടോ, എല്ലാവരും എത്താൻ പോകണേ ഉള്ളൂ. അപ്പം അതിനു മുമ്പ് നമ്മൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഇതാണ് നമ്മുടെ സാരഥി ബർത്ത്ഡേ കുട്ടൻ. അതെ, ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ട്ടാ. അപ്പൊ ജീവനെ ഉള്ളിൽ കയറട്ടെ, എങ്ങനെയുണ്ടെന്ന് നോക്കണ. അത് ഇതൊക്കെയാണ് ഇവിടുത്തെ ആദ്യത്തെ നമ്മുടെ വന്ന് കയറുന്ന റൂമാണത്. പിന്നെ ഇവിടെ ഞങ്ങൾ വാഷ് ബേസിൻ ഉണ്ട്. അതുപോലെ തന്നെ വേണ്ട, ഇത് ഇവിടുത്തെ ഡൈനിങ് ഹാളാണ്. എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ ഭംഗിയെന്നൊക്കെ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് അടുത്തത് ഇവിടെ ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്നിരിക്കാം. ഫാമിലീസിനൊക്കെ ഇരിക്കാൻ പറ്റിയ അടിപൊളി സെറ്റപ്പ് റൂം വരണം. അത് കഴിഞ്ഞാൽ ആരെങ്കിലും കിടന്നുറങ്ങണമെങ്കിൽ അടിപൊളി ഒരു ബെഡ്റൂമുണ്ട്. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമും ഇതാണ്ട, ഇതിനകത്ത് വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടന്നുറങ്ങാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇതൊക്കെ എന്ത് ഭംഗിയാന്നൊക്കെ കാണിച്ചിട്ടുള്ളത്. ഇത് ഇവിടുത്തെ കബോർഡ്, അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ ബാത്റൂം. എങ്ങനെയുണ്ട് നോക്കുമ്പോൾ ഇവിടുത്തെ ബാത്റൂമും സൗകര്യങ്ങളും എന്താ ഭംഗി. ഇനിയാണ് കാര്യങ്ങൾ കാണാനുള്ളത്. ഇതാണ് ഇവിടുത്തെ അടുത്ത ലിവിങ് റൂമാണ് കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ഇന്ന് തകർക്കാൻ പോണത് എല്ലാവരും കൂടിയിട്ട്. അതുപോലെ ഇവിടെ നമുക്ക് പാട്ട് പാടാനുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും സൈഡിൽ ഇങ്ങനെ നിരന്നിരിക്കാം. അത് കഴിഞ്ഞ് ഇവിടെ പാട്ടാടാം. പിന്നെ ഇവിടെ ലൈറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ സ്പീക്കർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ യൂസിയാണ് കേട്ടോ. എല്ലാം നമ്മുടെ നാട്ടിലത്തെ പോലെ എന്താ പറയുക, ചൂട്ടത്ത് ഇരുന്ന് കാണിക്കുന്നത്. ഇതിവിടെ ഒരു കിച്ചൺ ഉണ്ട്, യൂറോപ്യൻ കിച്ചൺ. അതുപോലെ വലിയൊരു ഫ്രിഡ്ജ് ഇവിടെ ഉണ്ട്. അത് ഓണല്ല, ഭക്ഷണം പാചകം ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാം. അതുപോലെ ഇവിടെ 2 ബാത്റൂം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 2 ബാത്റൂം എക്സ്ട്രാ. പിന്നെ ഇതൊന്നും കൂടാതെ വേറൊരു സംഭവം കൂടി ഉണ്ട്, അത് കാണിക്കാം. ഇവിടെയാണ് സ്വിമ്മിംഗ് പൂൾ. ഇതിൽ നിന്ന് എല്ലാവരും കൂടി ചാടി തുള്ളി കുളിച്ച് ആർമാദിക്കാനുള്ളതാണ്. വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് വെള്ളം നിറച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കളിക്കാനും പിടിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമാണത്. ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അടിപൊളിയല്ലേ? അപ്പം എങ്ങനെയുണ്ട് ജഗത് ഭായ്? അടിപൊളിയല്ലേ നമ്മളെ പരിപാടികൾ? പൊളിച്ചിട്ടുണ്ടല്ലേ? ഇത് പൊളിക്കാൻ പോളൂ. അപ്പം ഇല്ലല്ല, അതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം എല്ലാവരും വരുന്നതിന് മുമ്പ് ഇത് കാണിച്ചു തന്നു. ഇനിയിപ്പോൾ ഇവിടുത്തെ പരിപാടികളും എല്ലാം കൂടി
അങ്ങനത്തെ കുറേ ഉള്ളതിൽ ഇടുന്നതായിരിക്കും. അപ്പം ബാക്കി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ അത് ഞങ്ങൾ മറ്റേ കുമ്പർ കട്ട് ചെയ്ത് ഇത് കണ്ടന്റ് അതെ ഇത് വീർപ്പിക്കണം ആ ഇതേ ഒരാൾ ഉടായിപ്പം ഒരാൾ കറക്റ്റ് ജോലി ചെയ്യുന്നുണ്ട്. എന്തൊട്ട് തേങ്ങനെ കാണിക്കണേ കുറെ നേരമല്ലോ. ഇതിപ്പോ മറ്റേ ഇതില് നടക്കണ മാതിരിയായിപ്പോല്ലോ. മറ്റേ എന്താ എണ്ണാൻ കൊടുക്കൂലേ കടുക. അപ്പൊ ജഗത് ഭായി കണ്ട ബലൂൺ ഇങ്ങനെ വീർപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഇന്നത്തെ പരിപാടിനെ കുറിച്ച് പറയാം. ഇതൊക്കെ നമ്മള് 50-ാം പിറന്നാളും നമ്മൾ ആഘോഷിച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ജിബിന്റെ പിറന്നാളിനെ കുറിച്ച് ലാലിനെന്നൊക്കെ പറയാനുള്ളത് പറഞ്ഞു ലാൽ അവനെ കുറിച്ചിട്ട് ജിബിനെ കുറിച്ചിട്ട് അവനാള് ജിബിനെ കുറിച്ച് പറയാം. യൂട്യൂബിലാണ് എന്തുവാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇതിനെ കുറിച്ച് എന്താ പറയണ്ട മൈക്കിൽ കൂടെ പറയണ്ട. പറയാൻ പറ്റില്ലല്ലേ. ഇതില് പാട്ട് കഴിച്ചേ പറ്റും. അത് മുണ്ട് മടക്കി കൊച്ചിന്റെ ബർത്ത്ഡേ ഈ ഇതിനിടയ്ക്ക് മറന്നുപോയി. ബർത്ത്ഡേ പോയിട്ടല്ല ചെറി
ഇവന്മാരൊക്കെ കൂടി ആരെന്ന് പരിചയപ്പെടാൻ Hey,